ടൈറ്റാനിക് എന്ന അത്യാഡംബര കപ്പലിനെക്കുറിച്ച് ലോകത്തെങ്ങും ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. അന്നത്തെ കാലത്ത് ശരിക്കും ഒരു വിസ്മയമായിരുന്നു ഈ കപ്പൽ. ഇന്നിതാ ആ ടൈറ്റാനിക്കിന്റെ 5 ഇരട്ടി വലിപ്പമുള്ള ആഡംബര കപ്പൽ കന്നിയാത്രയ്ക്ക് ഒരുങ്ങുന്നു. അക്ഷരാർത്ഥത്തിൽ ഒഴുകുന്ന കൊട്ടാരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഐക്കൺ ഓഫ് ദ സീസ് എന്ന കപ്പലാണ് യാത്രക്കൊരുങ്ങുന്നത്. ഈ കപ്പലിന്റെ നിർമ്മാണഘട്ടം മുതൽ തന്നെ വിശേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. റോയൽ കരീബിയനാണ് കപ്പലിന്റെ ഉടമസ്ഥർ. ഇന്നുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലിയ കപ്പലാണ് ഇതെന്നതാണ് പ്രത്യേകത. 3 ഫുട്ബോൾ മൈതാനങ്ങളുടെ വലിപ്പമാണ് ഐക്കൺ ഓഫ് ദ സീസ് കപ്പലിനുള്ളത്. പരീക്ഷണ ഘട്ടങ്ങളെല്ലാം പലവിധത്തിൽ പൂർത്തിയാക്കി കപ്പൽ ഈ മാസം 27-ന് കന്നിയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. അമേരിക്കയിലെ മിയാമിൽ നിന്നാണ് കന്നിയാത്ര തുടങ്ങുന്നത്. 7 രാത്രി നീളുന്ന യാത്രയുടെ ടിക്കറ്റ് നിരക്ക് $1859 മുതലാണ്. ഏകദേശം 1.5 ലക്ഷം രൂപ വരുമിത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഏറ്റവും കൂടിയ നിരക്ക് $2109. കപ്പലിന്റെ സവിശേഷതകൾ പരിശോധിച്ചാൽ എല്ലാം കൊണ്ടും ഒരു അത്ഭുതമാണ് ഈ കപ്പലെന്ന് വ്യക്തമാകും. ഏകദേശം 1200 അടി നീളവും 19-20 നിലകളുള്ള ഈ കപ്പലിൽ ഒരേ സമയം 5610 അതിഥികൾക്കും 2350 ജീവനക്കാർക്കും യാത്ര ചെയ്യാനും സാധിക്കും. ആഡംബരപൂർണമായ ഒരിക്കലും മറക്കാനാവാത്ത ഒരു യാത്രാ അനുഭവം ഇത് യാത്രക്കാർക്ക് നൽകുമെന്നതിൽ സംശയമില്ല. ഉയരം കൊണ്ട് ഈഫൽ ടവറിനേക്കാൾ പൊക്കമുണ്ട് ഈ കപ്പലിന്. കന്നിയാത്രയ്ക്ക് വേണ്ടിയും വലിയ മുന്നൊരുക്കങ്ങൾ കപ്പലിലുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ ഭക്ഷണ വിഭവങ്ങൾ ഇതിൽ ലഭിക്കും. 40 ബാറുകളുമുണ്ട്. ടൈറ്റാനിക്കിന്റെ ഭാരം 46,329 ടൺ ആയിരുന്നുവെങ്കിൽ ഇതിന്റേത് 2,50,800 ടണ്ണാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 7 സ്വിമ്മിംഗ് പൂളുകളാണ് കപ്പലിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിനൊപ്പം വെള്ളച്ചാട്ടവും ഒരുക്കി അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നു. ആക്ടിവിറ്റി സെന്ററുകൾ, ലൈവ് മ്യൂസിക് ഷോ തുടങ്ങി ഒരു ആഡംബര റിസോർട്ടിലേതുപോലുള്ള ഒട്ടനവധി വിനോദ സൗകര്യങ്ങളാണ് യാത്രക്കാരെ കാത്തിരിക്കുന്നത്. ഒരു വാട്ടർ തീം പാർക്കിലേതുപോലുള്ള 6 വാട്ടർ സ്ലൈഡുകൾ കപ്പലിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അതിലൊന്ന് ഏറ്റവും ഉയരമുള്ള വാട്ടർ സ്ലൈഡായിരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ആദ്യത്തെ ഓപ്പൺ ഫ്രീ ഫോൾ വാട്ടർ സ്ലൈഡും കപ്പലിലുണ്ട്. കുട്ടികൾക്ക് കളിക്കാനായി പ്രത്യേകം പാർക്കുകളും ഒരുക്കിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ കപ്പൽ യാത്ര പുതിയ അനുഭവം തന്നെയായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. റോയൽ കരീബിയനാണ് കപ്പലിന്റെ ഉടമസ്ഥർ. ലോകത്ത് ഏറ്റവും വലിയ കപ്പലുകൾ ഇറക്കുന്നതിൽ മുൻപന്തിയിലുള്ള കമ്പനിയാണ് റോയൽ കരീബിയൻ. 900 ദിവസം കൊണ്ട് ഫിൻലാൻഡിലാണ് ഐക്കൺ ഓഫ് ദ സീസ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 200 കോടി രൂപയാണ് നിർമ്മാണ ചെലവെന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ജൂണിൽ തന്നെ പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ഈ കപ്പൽ യാത്ര തുടങ്ങുന്നതോടെ നിലവിലെ വലിയ കപ്പലായ വണ്ടർ ഓഫ് ദ സീസിന്റെ റെക്കോർഡ് തകർക്കപ്പെടും. ക്ലബ് തീം ഹൈഡോയും കപ്പൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ട്രേഡ് മാർക്ക് പൂൾ ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അതേസമയം ടൈറ്റാനിക്കുമായി ഏറെ സാമ്യതകൾ ഉള്ളതുകൊണ്ടുതന്നെ ട്വിറ്ററിൽ അടക്കം ഭീമാകാരമായ ഈ കപ്പലിനെക്കുറിച്ച് നിരവധി ചർച്ചകളാണ് നടക്കുന്നത്. നിരവധി സംശയങ്ങൾ ആളുകൾ പങ്കുവെക്കുന്നുണ്ടെങ്കിലും ഇതൊരു മികച്ച കാഴ്ച അനുഭവം തന്നെയായിരിക്കും എന്നതിൽ ആളുകൾക്ക് സംശയമില്ല.